പരിശുദ്ധനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളെ ഈ ഇസ്രായേൽ രാജാക്കന്മാർ എന്ന പഠന ഭാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. നാം ഈ കഴിഞ്ഞ ലക്കങ്ങളിലൊക്കെയും അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും ദൈവത്തിൻ്റെ രാജ്യമായിരുന്ന ജനമായിരുന്ന ഇസ്രയേലിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചും ആ രാജ്യത്വം തകിടം മറിയുവാനുള്ളതായ കാരണങ്ങളെക്കുറിച്ചും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തകിടം മറിഞ്ഞ രാജ്യത്തിലെ ഭരണകർത്താക്കളായിരുന്ന 10 രാജാക്കന്മാരെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ പഠിച്ചു. ഇന്ന് 11ാമത്തെ രാജാവിനെക്കുറിച്ചും ഇസ്രയേലിലെ അവസാന രാജാവായിരിക്കുന്ന ഹോശിയാവിനെക്കുറിച്ചുമാണ് നാം പഠിക്കുന്നത്. ഹോശിയ രാജാവ് തൻ്റെ ഭരണകാലത്തിൽ എപ്രകാരമായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ഹോശിയ BC 732 മുതൽ 721 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇസ്രയേലിൻ്റെ രാജാവായിരുന്നത്. അങ്ങനെ ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന സമയം അപ്രകാരമാകുമ്പോൾ തൻ്റെ വാഴ്ചയുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് 9 വർഷമായിരുന്നു. ആ 9 വർഷവും താൻ ഇസ്രയേലിലെ രാജാവായിരുന്നു. ഇസ്രയേലിലെ അവസാനത്തെ രാജാവാണ്. ആ തൻ്റെ അവസാന രാജ്യഭരണത്തോടു കൂടി ആ ഇസ്രായേൽ രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്നു. എപ്രകാരമായിരുന്നു എന്നൊക്കെയും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. പ്രിയപ്പെട്ട രാജ്യഭരണം ഏൽക്കുന്നത് BC 732 ഏലാമിൻ്റെ മകനാണ് ഹോശിയ. 2 രാജാക്കന്മാർ 15-ാം അധ്യായത്തിൻ്റെ 30ാമത്തെ വാക്യം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. ഏലാമിൻ്റെ മകനായ ഹോശിയ എരമല്യാവിൻ്റെ മകനായ പോക്കഹിൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവന് ഊസിയാവിൻ്റെ മകനായ യോതാമിൻ്റെ 20-ാം ആണ്ടിൽ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. കാരണം തൻ്റെ മുൻഗാമിയായിരുന്ന രാജാവിന് എതിരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ പൂർണ്ണമായി വെട്ടിക്കൊന്ന് ഒരു കൊലപാതകം ചെയ്തതിന് ശേഷമാണ് ഹോശിയ രാജസ്ഥാനത്ത് വരുന്നത് എന്ന് തിരുവചനം വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമായ രീതിയിൽ നമ്മൾ പറയുകയാണ്. ആ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഭരണത്തിന് വേണ്ടി എന്തു ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു ജനസമൂഹമായി ഒരുപക്ഷേ നമുക്കതിനെ കാണാൻ കഴിയണം. എന്നാൽ ഇന്നും ഭരണത്തിന് വേണ്ടി വലിയ വടംവലികളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും എന്തായിരുന്നാലും ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, രാജസ്ഥാനത്താക്കുന്നതും രാജസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും പകരം അവിടെ വേറെ ആളെ ആക്കുന്നതും ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് നാം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന നാം മനസ്സിലാക്കണം, നമ്മോട് കൂടെ നിൽക്കുന്നതായ അദൃശ്യ ശക്തിയായിരിക്കുന്ന ശത്രു നമ്മൾ ദൈവത്തിൻ്റെ പൈതലായി മുന്നോട്ട് വിടുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം അവൻ പലവിധത്തിലുള്ളതായ പോരാട്ടങ്ങളുമായി നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഈ ഹോശിയ രാജാവ് പൊക്കഹിനെ എപ്രകാരം നശിപ്പിച്ചുവോ അതുപോലെ നമ്മെ നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവഹിതം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം കീഴ്പ്പെട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, അവൻ്റെ നേരെ ആശൂർ രാജാവ് ശൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോശയെ അവൻ ആശ്രിതനായി കപ്പം കൊടുത്തു വന്നു. എന്തു ചെയ്യാണ്? ഇവൻ്റെ ഹീനമായ പ്രവൃത്തികൾ മുഖാന്തരം ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളും പ്രമാണിക്കാതിരുന്നത് കൊണ്ട് തൻ്റെ പിതാക്കന്മാരെ പോലെ ദൈവജനത്തെ പാപത്തിൻ്റെ വഴികളിൽ നയിച്ചതുകൊണ്ട് അവൻ ആശൂർ രാജാക്കന്മാർക്ക് ദാസനായി തീർന്നു, അല്ലെങ്കിൽ അടിമയായി തീർന്നു എന്ന് കാണുവാൻ തക്കണങ്ങൾ. എന്നാൽ സ്വതന്ത്ര പദവിയുള്ള ഒരു രാജ്യത്തെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഇടയനായി നിന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തി ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടാതെ ജീവിച്ചതുകൊണ്ട് അവൻ മറ്റൊരാൾക്ക് അടിമയായി പോകുന്നു. ആ അടിമത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അവന് കഴിയുന്നില്ല. അവിടെ നിലനിൽക്കേണ്ടതിന് വേണ്ടി ആശൂർ രാജാവിന് കപ്പം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും
കൊടുത്തുകൊണ്ട് തൻ്റെ രാജ്യഭരണം നിലനിർത്തുന്നതായിട്ടാണ് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട അപ്രകാരമാണ് എങ്കിൽ നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നാം ചിന്തിക്കണം. ഇവിടെയും ഇത് തന്നെയാണ് ഇന്ന് ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 രാജാക്കന്മാർ 17 അധ്യായം 4-ാമത്തെ വാക്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഹോശിയ മിസ്രയീം രാജാവായ സോവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും ആശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്തത് നിമിത്തം ആശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടു. കാരണം എന്താണ്? ദിനംദിനമായി മിസ്രയീം രാജാവുമായിട്ടൊരു പ്രത്യേക കൂട്ടുകെട്ടുണ്ടാക്കി ആശൂർ രാജാവിനെതിരെ പോരാടുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കപ്പം കൊടുക്കാതെ സ്വതന്ത്രമായി നിൽക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ദൈവം അവനെ ആശൂർ രാജാവായിരിക്കുന്ന കരങ്ങളിലേക്ക് ബന്ധനസ്ഥനാക്കി അല്ലെങ്കിൽ പ്രവാസിയാക്കി അടിമയായി കൊണ്ടുപോകുവാൻ ഇടയാകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്? നാം മനസ്സിലാക്കണം, ദൈവജനം ഇങ്ങനെ അടിമയായി പോകുന്ന ഒരു സന്ദർഭം. കാരണം ശത്രുവാകുന്ന സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ മുഴുവനും രക്ഷിപ്പാൻ തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ ജീവൻ നൽകി, രക്തം നൽകി നമ്മളെ വീണ്ടെടുത്തു. എന്നാൽ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന ശത്രു നമ്മളെ അവൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനങ്ങൾ കീഴ്പ്പെടാതെ ജീവിക്കാനുള്ള നൂതനമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മെ അവൻ കീഴ്പ്പെടുത്തുകയാണ്. കാരണം അപ്രകാരമുള്ള ചിന്തകൾ, ആലോചനകൾ, വ്യതിചലനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവന് ഇടയാക്കി തീർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ആ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് അവൻ എന്തെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. അവൻ്റെ പ്രവാസികളിൽ പ്രധാനപ്പെട്ടവരെ കൊണ്ടുപോയി, ബുദ്ധിയുള്ളവന്മാരെ കൊണ്ടുപോയി, ജ്ഞാനികളെ കൊണ്ടുപോയി, ഇവരെല്ലാം കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. തിരുവചനങ്ങളെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം ആശൂർ രാജ്യത്ത് എല്ലായിടവും കൂടി കടന്ന് ശമര്യയിലേക്ക് വന്ന് അതിനെ 3 സംവത്സരം നിരോധിച്ചു. ഹോശയുടെ 9-ാം ആണ്ടിൽ ആശൂർ ശമര്യയെ പിടിച്ചു ഇസ്രായേലിനെ ബദ്ധരാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഹോശയുടെ 9-ാമത്തെ ആണ്ടിൽ അവസാന വർഷം, ആ ഭരണത്തിൻ്റെ അവസാന വർഷത്തിൽ അവനെ അടിമയായി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇസ്രായേൽ രാജ്യത്തെ 3 വർഷമാണ് ആശൂർ രാജാവ് നിരന്തരമായി യുദ്ധം ചെയ്ത് മറ്റൊന്നിനും കഴിയാതെ വണ്ണം അവനെ കീഴടക്കിയതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. എന്തുകൊണ്ടാണ് എന്ന് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. കാരണം മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ ചട്ടങ്ങളെയും അവർ അനുസരിച്ചു എന്നുള്ളതാണ്. കാരണം മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ അവർ മിസ്രൈമി ആരാധന, ജാതികളുടെ ചിന്ത, ജാതികളുടെ ദേവന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ജാതികളുടെ ദേവന്മാർ അവർക്ക് കീഴടങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ജാതികളുടെ ദേവന്മാർക്ക് ബലികൾ അർപ്പിച്ചുകൊണ്ട് അവരെ കൃഷികളൊക്കെയും നല്ല ഫലപ്രാപ്തിയിൽ എത്തുന്നതിന് വേണ്ടി അവർ അപ്രകാരം പ്രവർത്തിച്ചു എന്ന് കാണുവാൻ തൊക്കെ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു. എന്താണ്? നല്ല ഉറപ്പുള്ളതായ പട്ടണങ്ങൾ മുതൽ ചെറിയ കുടിൽ വരെ, അഥവാ ധനവാൻ മുതൽ ദരിദ്രൻ വരെയുള്ള എല്ലാ കുടിലുകളിലും അവർ വിഗ്രഹങ്ങളെ പണിത് അതിനെ ദേവന്മാരായി കണ്ട് ദൈവമാണെന്ന് ചിന്തിച്ച് അതിന് കീഴടങ്ങി അവർ അതിൻ്റെ മുമ്പിൽ മുട്ടുകളെ മടക്കി, പുരുഷൻ മുട്ടുമടക്കി, സ്ത്രീ മുട്ടുമടക്കി, അവരോടൊരുമിച്ച് അവരുടെ കുട്ടികൾ മുട്ടുമടക്കി, അതുപോലെ അഗ്നിപ്രവേശം ചെയ്യിച്ച് ദൈവത്തിന് കോപിപ്പാൻ തക്കണം കഴിയും വിധം അവർ പാപത്തിന് ഹേതുവായി തീർന്നു, അല്ലേ ന്യായവിധിക്ക് ഹേതുവായി തീർന്നു. എന്നാൽ ഇവിടെ വാക്യം പറഞ്ഞ കുന്നിമേലൊക്കെയും പച്ചവൃക്ഷത്തിനും കീഴിലൊക്കെയും വിഗ്രഹ സ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളെപ്പോലെ അവർ സകല പൂജാരികളും ധൂപം കാട്ടി യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം ദോഷമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചു. കാരണം എല്ലാ പച്ചമരത്തിൻ്റെ ചുവട്ടിലും ദേവന്മാരെ അല്ലെ ദേവിമാരെ വെച്ചുകൊണ്ട് അതിന് തിരികത്തിച്ച് അതിന് കാണിക്ക അർപ്പിച്ച് അത് ദൈവമാണെന്ന് ധരിച്ചുകൊണ്ട് അതിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റു ജാതികളെ പോലെ ആയിത്തീർന്നു. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരതയോടുകൂടെ നിൽക്കുന്ന ഏതൊരു ദൈവമക്കൾക്കും
ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയണം. പ്രിയപ്പെട്ടവരെ, ആ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകാൻ തക്കവണ്ണം കാരണമായി തീർന്നു എന്ന് കാണുകയാണ്. 7-ാം വാക്യം മുതൽ നമ്മൾ അപ്രകാരം കാണുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇവിടെ നാം മനസ്സിലാക്കണം, സകല യഹോവയുടെ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിലൊത്തവണ്ണമൊക്കെയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പീനെന്ന് സാക്ഷീകരിച്ചു. കാരണം പ്രവാചകന്മാരെക്കുറിച്ച്, ദർശകന്മാരെക്കുറിച്ചുണ്ട്, ദൈവപുരുഷന്മാരെ കൊണ്ട് നിരന്തരമായി മുഖാമുഖമായി ഇസ്രായേൽ ജനത്തോടും ഇസ്രായേൽ രാജാവിനോടും നിങ്ങൾ പാപം ചെയ്യരുത്, പൂജാഗിരികൾക്ക് കീഴടങ്ങരുത്, അതിന് ദേവന്മാരെ നിയമിക്കരുത്, അതിന് ക്ഷേത്രം പണിയരുത്, അതിന് യാഗങ്ങൾ കഴിക്കരുത്, അതിന് പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ടും അവർ അതിൽ നിന്നൊന്നും ഒട്ടുമടിയാതെ അതിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ ദാസന്മാരാകുന്ന ദൈവപുരുഷന്മാർ മുഖാന്തരം അയച്ചു തന്നതായ ദൈവന്യായപ്രമാണം അവർ അനുസരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് സാക്ഷികൾ പ്രമാണിച്ച് നടപ്പിൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശ മുഖാന്തരം സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം 2 കല്ലിൽ എഴുതിയ 10 കൽപ്പന ഈ ഇസ്രായേൽ ജനത്തിന് ദൈവം ലോകത്തിലെ സകല ജനത്തിനും വേണ്ടി കൊടുത്തു. അതനുസരിച്ച് നടക്കണമെന്ന് അവരെ പ്രവാചകന്മാർ മുഖാന്തരം ദൈവപുരുഷന്മാർ മുഖാന്തരം സാക്ഷീകരിച്ചു. എന്നാൽ അവർക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. അവരതിനെതിരെ പ്രവർത്തിച്ചു എന്ന് കാണുവാൻ തക്കവണ്ണം അവർ ഇപ്രകാരം പറയണം, അവർ വ്യാജത്തെ പിന്തുടർന്നു, വ്യർത്ഥമായതായി തീർന്നു, അവരെ പോലെ ആചരിക്കുന്നുവെന്ന് യഹോവ കൽപ്പിച്ചു. ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. അവർക്ക് ചുറ്റുമുള്ള ജാതികളെ പോലെ അവർ പിന്തുടർന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നിന്നെ പോലെയുള്ളവൻ ഞാനെന്ന് നീ ധരിച്ചിരിക്കുന്നു. കാരണം മനുഷ്യൻ ചിന്തിക്കുന്നത് എന്നെ പോലെയുള്ളവനാണ്, എന്നെ പോലെയുള്ള സ്വഭാവമാണ്, അപ്രകാരമായിരിക്കുമെന്ന് ചിന്തിച്ചു. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവം, ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അരുളി ചെയ്യുന്ന വചനങ്ങൾ അതനുസരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ദേശത്ത് നിങ്ങൾക്ക് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണം കഴിയുന്നില്ല. ഇവിടെ ന്യായപ്രമാണത്തിൽ പ്രകാരം പറയുന്നു, അല്ലെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പറയുന്നു, നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കാരണം നിൻ്റെ അപ്പനും അമ്മയും ആയിട്ട് സ്ഥാനത്താണ് സ്വർഗത്തിലെ ദൈവം ഇരിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ പെട്ടെന്നുള്ള മറന്നാലും മറക്കുകയില്ല, നിന്നെ ഞാൻ അപ്രകാരം സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട്, ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കണം. എന്നാൽ തങ്ങൾക്ക് 2 കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ച് അശോര പ്രതിഷ്ഠയും ഉണ്ടാക്കി ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് ബാലിനെ സേവിച്ചു പോന്നു. അവരിവിടെ കാണുകയാണ്, ദാനിലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് പറയാൻ തക്കണം കഴിയും. അവൻ ഇപ്രകാരം കാണുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ കാളക്കുട്ടികളെ ഉണ്ടാക്കി അതിന് ജീവൻ കൊടുത്തുകൊണ്ട് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമാണ്, ഇവയെ നിങ്ങൾ നമസ്കരിച്ചാൽ മതി, ഇതിനെ നിങ്ങൾ ആചരിച്ചാൽ മതി, ഇതിന് കീഴടങ്ങിയാൽ മതി, ഇതിന് മുഖം കൊടുത്താൽ മതിയെന്ന് അവനെ പഠിപ്പിച്ച് പാപത്തിൻ്റെ വഴിയിലേക്ക് നയിച്ചു. ആ അശോരപ്രതിഷ്ഠകൾക്ക് അവൻ കീഴടങ്ങി. അതാണ് അവൻ്റെ ദൈവം എന്നുണ്ട്. കാരണം അവർക്ക് സംസാരിപ്പാൻ കഴിയുന്നില്ലെങ്കിലും അവയ്ക്ക് കീഴടങ്ങുവാൻ തക്കണം. കാരണം മനുഷ്യകുലത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ജീവിതശൈലികളിലും ഈ ലോകത്തിൻ്റെ മാറ്റങ്ങളിലും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും ജീവിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ ദൈവവും പറഞ്ഞ വാക്കുകളും വാഗ്ദാനങ്ങളും അനുസരിച്ചാൽ മാത്രമേ അവന് വിശുദ്ധീകരണത്തോടു കൂടെ പോകാൻ തക്കുള്ളൂ. വിശുദ്ധിയുള്ള ഒരു ദൈവം വിശുദ്ധിയുള്ള ഒരു വചനം തന്നു. ആ വിശുദ്ധിയോടുകൂടെ ജീവിച്ചാൽ മാത്രമാണ് ദൈവസന്നിധി നമുക്ക് കടന്നു ചെല്ലുവാൻ തക്കൊണ്ട് കഴിയുള്ളൂ. ഇവിടെ ആവർത്തന പുസ്തകം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്യദൈവങ്ങളെ സൂര്യചന്ദ്രന്മാരെയോ ആകാശശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയോ ചെയ്ത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെ നിൻ്റെ മിളച്ചത ഇസ്രായേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യവും യഥാർത്ഥവും എന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണത്തിലുള്ള പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. മരണയോഗ്യമായവനെ കൊല്ലുന്നത് 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ആയിരിക്കണം. ഏകസാക്ഷിയുടെ വാമൊഴിയാൽ അവനെ അരുത്.
പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അശോര പ്രതിഷ്ഠകൾ, അതുപോലെ ആകാശരാജ്ഞി, ആകാശ സൈന്യങ്ങൾ, സൂര്യചന്ദ്രന്മാർ, ഇവയൊക്കെയും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇതിനെ ആരാധിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശബ്ദങ്ങളെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയമക്കളെ, നിങ്ങളെനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇത് മാത്രമാണ്. കാരണം ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന ആ യെരോബാമിൻ്റെ പാവങ്ങളെ യേഹു വിട്ടുമാറിയില്ല. യേഹുവിനോട് എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും അവൻ്റെ ഹൃദയപ്രകാരവുമായിരുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കീഴടങ്ങേണ്ടതിന് വേണ്ടി, ദൈവസന്നിധി നിലനിൽക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനങ്ങൾ കീഴ്പ്പെടുന്നതിന് വേണ്ടി നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നു. അവരെ കൊണ്ട് വലിയ പാപം ചെയ്യിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യെരോബെയാം ചെയ്ത സകല പാപങ്ങളും നടന്നു. അവർ അവയെ വിട്ടുമാറായികയാൽ യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാർ മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ ആശൂരിലേക്ക് അവൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് ആശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് അവിടെ ഇരിക്കുന്നു എന്ന് കാണുന്നു. കാരണം ആശൂർ രാജാക്കന്മാർക്ക് അടിമയായി പോയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ജനമെന്ന് കാണുവാൻ കാണാൻ കഴിയുന്നു. ആശൂർ രാജാവ് ബാബേൽ, കുത്ത, ഔവ, ഹമാത്ത്, സഫർ വയും എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമരിയ കൈവശമാക്കി അതിൻ്റെ പട്ടണങ്ങളിൽ പാർത്തു. അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ മറ്റ് ഇതര ജാതികളായ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ രാജ്യത്ത് കൊണ്ടുവന്ന ആശൂർ രാജാക്കന്മാർ പകരം പാർപ്പിച്ചു. എന്നാൽ അവർക്ക് യഹോവയെ ഭജിക്കുവാൻ അറിയാൻ പാടില്ല. തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുവിൻ. അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിൻ്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. ഒരു കണക്കിൽ പറഞ്ഞാൽ ജാതികളുടെ ഇടയിൽ ഒരു സുവിശേഷീകരണം ഇവിടെയും കാണുന്നു. കാരണം ഇതര ജാതികളായിരുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ദൈവജനത്തിന് അവരുടെ സൃഷ്ടിതാവിനെ മനസ്സിലാക്കുവാൻ തക്കോണം ഇസ്രായേലിലെ പുരോഹിതന്മാരെ തന്നെ അവിടെ അയച്ച് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ആശൂർ രാജാവ് ആഗ്രഹിക്കുന്നു. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനങ്ങളെ ദേശത്തിൻ്റെയും ഭവനങ്ങളിലും ഗ്രാമങ്ങളിലും തെരുവുകളിലും പട്ടണങ്ങളിലും നാം സംസാരിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കുവാൻ ദൈവം ആരെയെങ്കിലും ഉപയോഗിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം കാണുന്നു. എന്നാൽ ആശൂർ രാജാവ് മിസ്രയീമിന് പകരം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുവന്നു ശമര്യ പ്രാപിച്ചു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ശമര്യ പട്ടണത്തിൽ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ആരാധിച്ചില്ല, സിംഹങ്ങളെ അയച്ച് അവരെ കൊന്നു എന്ന് കാണുവാൻ തുടങ്ങുന്നു. ചിലരെ കൊന്നു. കാരണം എന്താണ്? അതിൻ്റെ കാരണം അവർ അന്വേഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കാത്ത ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാണ്, സ്വന്തം ജനം താമസിച്ച രാജ്യമാണ് എന്ന് കാണുവാൻ തൊക്കെ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാലങ്ങൾ ഇപ്രകാരമായിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ വീണ്ടും ചിന്തിപ്പാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുവാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. ദൈവവചനങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കീഴ്പ്പെടുവാൻ തക്കോണം ഇപ്രകാരം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ദൈവം പറയുകയാണ്, എൻ്റെ രക്ഷിപ്പാൻ തക്കോണം, ദൈവജനത്തെ രക്ഷിപ്പാതിരിപ്പാൻ തക്കോണം അവൻ്റെ കൈകുറികള, കേൾപ്പാതിരിപ്പാൻ തക്കോണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ ദൈവം സദാ സന്നദ്ധനാണ്. ദൈവസന്നിധി സ്ഥിരതയോടുകൂടി നിൽപ്പാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിച്ചാൽ മതി. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ അപ്രകാരമായിരിക്കാൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അതേ വാക്യം ഒന്നുകൂടി വായിക്കുകയാണ്. ഞാൻ ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിയുവാൻ കരുതിക്കൊള്ളാതെ വണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനോട് ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ട് തിരിയാതിരുന്നാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ, നമ്മുടെ പ്രാണനെ രക്ഷിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നുവെങ്കിൽ, മറ്റൊരു വ്യക്തിയുടെ പ്രാണനെ രക്ഷിക്കാൻ തക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ പാപിയായിരിക്കുന്ന മനുഷ്യൻ, അല്ല ദൈവവചനത്തെ ലംഘിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവവചനത്തെ കീഴ്പ്പെടാതെ ജീവിക്കുന്ന മനുഷ്യൻ, അവൻ്റെ കുറ്റത്തെക്കുറിച്ച്, അവൻ്റെ അധർമ്മത്തെക്കുറിച്ച്, അവൻ്റെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. അവന് മനസ്സ് തിരിയുവാനുള്ളതായ മനസ്സ് അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവൻ മനം തിരിഞ്ഞില്ലെങ്കിലും അവൻ്റെ രക്തം, അവൻ്റെ ജീവൻ അവനോട് തന്നെ ചോദിക്കും. നാം പറയാതിരുന്നാൽ അവൻ്റെ പ്രാണന് വേണ്ടി, അവൻ്റെ ജീവന് വേണ്ടി നാം മറുപടി പറയേണ്ടതായി വരും. പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അയൽക്കാരെ, സ്നേഹിതര്, അവരെയൊക്കെയും
നിങ്ങളിത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേലിന് ധാരാളം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ആ മുന്നറിയിപ്പുകളൊന്നും അവർ പ്രാപിച്ചില്ല. ആ മുന്നറിയിപ്പുകളെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതിൻ്റെ ഫലത്തെക്കുറിച്ചും അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. എന്നിട്ടും അവർ ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവത്തെ അവഗണിച്ചു. യോശുവയുടെ കാലത്ത് ജാതികളെക്കാൾ ഒട്ടും ഭേദമായിരുന്നില്ല. ഈ കാലത്ത് ഇസ്രായേൽ ജനം ദൈവത്തെ മാനിച്ചില്ല. പുറം ജാതികളുടെ ആചാരങ്ങൾ സ്വീകരിച്ചു, വിഗ്രഹങ്ങളെ ആരാധിച്ചു, സ്വന്തം ഹിതത്താൽ ജീവിച്ചു. അതുകൊണ്ട് അവരെ ആക്രമിക്കുവാൻ ആശ്രയൻ രാജാക്കന്മാർക്ക് അവകാശം കൊടുത്തു. വടക്കൻ രാജ്യമായി ഇസ്രായേൽ ഭരിച്ചു. 19 രാജാക്കന്മാരിൽ ഒരുവൻ പോലും നന്മയിലേക്ക് വന്നില്ല, നീതിമാനായിരുന്നില്ല എന്ന് നാം വചനം പഠിച്ചിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭരിച്ച 19 രാജാക്കന്മാർ 100% ദൈവത്തിന് കൊള്ളരാത്തവരായി, ദൈവവചനം കീഴ്പ്പെടാത്തവരായി, അനീതി പ്രവർത്തിക്കുന്നവരായി തീർന്നതായിട്ട് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം പഠിച്ചല്ലോ അപ്രകാരമായി. എങ്കിലും അതിന് അവർക്ക് പ്രോത്സാഹനം ചെയ്യുവാൻ പുരോഹിതന്മാരും രാജകുടുംബവും കുടുംബത്തലവന്മാരും സൈന്യ നേതൃത്വവും അതിനെ കൂട്ടുനിന്നു എന്ന വസ്തുത നാം അംഗീകരിക്കണം. നേതാക്കന്മാരെ മാത്രം പഴി പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ആ പഴി പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാമെന്ന് നാം ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം വചനാനുസരണം ജീവിക്കുവാനുള്ള കടമ അവർക്കുള്ളതാണല്ലോ. സ്വന്തം പാവഫലമായി ഇസ്രായേലിന് രാജ്യം തന്നെ നഷ്ടപ്പെട്ടു. ദൈവം ക്ഷമിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് പാവങ്ങളെ അവൻ കണക്കിടാതെ അലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നല്ല. പിന്നെയോ ശിക്ഷാവിധി ദീർഘിപ്പിക്കുന്നത് കൊണ്ടാണ് അവൻ നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങളെ നൽകുന്നതെന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ദൈവത്തെ കൈക്കൊള്ളാനും തള്ളാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗം വലിയ അർത്ഥം വിളിച്ചു വരുത്തുന്നു. ക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ സ്വായത്തമാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയ ഇസ്രായേൽ ജനമേ, നീ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ആത്മീയ ഇസ്രായേലായിരിക്കുന്ന നാം ദൈവസന്നിധി വിശ്വസ്തയോടെ നിലനിൽപ്പാൻ തക്കവണ്ണം കഴിയട്ടെ. ഭരണാധികാരികളുടെ ആത്മീയ അവസ്ഥ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരച്ചു കാട്ടുന്നു. ആമോസിൻ്റെ ഹോശയുടെയും പുസ്തകത്തിൽ ഈ കാലയളവിലെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ സമൃദ്ധിയും അതേസമയം അവരുടെ നന്മയും തിന്മയും വരച്ച് കാണിക്കുന്നു. ഇസ്രായേലിന് നാശം സംഭവിക്കുമെന്ന് ആമോസിൻ്റെ ഹോശയുടെയും പുസ്തകത്തിൽ നമ്മൾ കാണിച്ചിട്ടും അതിനെ ഇസ്രായേൽ നിന്നാപൂർവ്വം തിരസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമായിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് നിന്നുകൊണ്ട് അങ്ങനെ അവർ നിന്നാപൂർവ്വം തിരസ്കരിച്ചുവെങ്കിൽ നാമോ അപ്രകാരമായിരിക്കാതിരിപ്പാൻ തക്കൊണ്ട് ഈ വഴി നടക്കാൻ നമുക്ക് ഈ സമയം കണ്ണുകളെ അടച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന സ്വർഗ്ഗദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിൻ്റെ മക്കൾ ഈ വചനം കേട്ടതനുസരിച്ച് ജീവിപ്പാനും ദൈവമേ അവരൊരു വീണ്ടെടുപ്പിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കോണം സഹായിക്കണം. ദൈവമേ, ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന ഓരോരുത്തരും ദൈവമേ തങ്ങളെ തന്നെ ഒരുക്കുവാൻ തക്കോണം കൃപ ചെയ്യണമേ. ദൈവമേ, നിൻ്റെ കരുണയുള്ള കരങ്ങൾക്കുള്ളിൽ അവരെ വഹിച്ചുകൊള്ളുന്നു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധങ്ങളെ നിറക്കി മാറണം. പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.